അങ്ങനെ വമ്പൻ ട്വിസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മുരളിയേട്ടൻ്റെ അടുത്തേക്ക് രജനി ചെന്നിരിക്കുകയാണ്. അതിനുശേഷം രജനി ജാനകി ഉണ്ടാക്കി തന്ന ആ പച്ചമരുന്ന് മുരളിയേട്ടന്റെ കവിളിൽ വെക്കുകയാണ്. തുടർന്ന് മുരളിയേട്ടൻ പിന്നെ രജനിയോട് പറയുന്നത്, ഞാൻ ഇത്രയെല്ലാം കഷ്ടപ്പാട് സഹിച്ചു നിൽക്കുന്നത് എനിക്കും എന്തെങ്കിലും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് പറയുകയാണ്. ഈ ശാരദാസിലെ ഏതെങ്കിലും ഒരു സ്ഥാനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊന്ന് പച്ച പിടിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് രജനി പിന്നെ മുരളിയേട്ടനോട് പറയുന്നത്, ഞാനും അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കുന്നത് എന്ന് പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ജാനകി പറഞ്ഞതുപോലും ഞാനിപ്പോൾ അനുസരിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ജാനകി പറയുന്ന പണികൾ പോലും ഇപ്പോൾ ഞാനാണ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഇപ്പോൾ തന്നെ മുരളിയേട്ടനും ഉണ്ടാക്കി തന്ന ഈ പച്ചമരുന്ന് പോലും ഞാനാണ് ഇടിച്ചു കുത്തി കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരികയാണ്. രണ്ടുപേര് സംസാരിക്കുന്നത് ലക്ഷ്മി ആ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് നോക്കി കണ്ടു നിൽക്കുകയാണ്. തുറന്ന് രജനി പിന്നെ മുരളിയേട്ടനോട് പറയുന്നത്, ഈ പച്ചമരുന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജാനകി എന്നോട് ഏതോ ഒരു ചെടിയുടെ വേര് അന്വേഷിച്ചിരുന്നു. കിഴക്കോട്ട് പോകുന്ന വേര് തന്നെ വേണമെന്നാണ് ജാനകി എന്നോട് പറഞ്ഞത്. പിന്നെ എനിക്കിപ്പോൾ കിഴക്ക് നോക്കല്ലേ പണി, വേര് അതിന് ഇഷ്ടമുള്ളിടത്തേക്കല്ലേ പോവുകയുള്ളൂ, അല്ലാതെ കിഴക്കും പടിഞ്ഞാറും നോക്കിയിട്ട് വേര് പോവില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു വേര് പറിച്ചു കൊണ്ടുവന്ന് ജാനകിക്ക് കൊടുത്തു. അത് കിഴക്കോട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം രജനി പിന്നെ ആ പച്ചമരുന്ന് മുരളിയേട്ടന്റെ കവിളിൽ വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മുരളിയേട്ടൻ അത് വെച്ചു കൊടുക്കുമ്പോൾ നല്ല നീറ്റിലുണ്ടാവുകയാണ്. ജാനകി അതിൽ പച്ചമുളകെല്ലാം ഇട്ടുകൊണ്ടാണ് ആ പച്ചമരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. തുറന്ന് മുരളിയേട്ടന്റെ കവിളിൽ നീറി പുകയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരികയാണ്. തുടർന്ന് ലക്ഷ്മി പിന്നെ മുരളിയേട്ടനോട് പറയുന്നത്, ചിലപ്പോൾ ജാനകി പറഞ്ഞ ഭാഗത്തേക്ക് ആയിരിക്കില്ല അതിന്റെ വേര് പോയിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും നീറി പുകയുന്നതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വരികയാണ് മുരളിയേട്ടനെ. തുടർന്ന് മുരളിയേട്ടൻ നല്ല ദേഷ്യത്തിൽ രജനിയോട്, ജാനകി പറഞ്ഞ പോലെ നിനക്ക് കിഴക്കോട്ട് പോകുന്ന വേര് തന്നെ പറിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് നല്ല നീറ്റിലുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി പിന്നെ മുരളിയേട്ടനോട് പറയുന്നത്, പച്ചമരുന്ന് ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ ആ മുറിവ് ചിലപ്പോൾ പഴുക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി മുരളിയേട്ടൻ വേഗം തന്നെ പോയിട്ട് അത് കഴുകി കളയുകയാണ്. എന്നാൽ മുരളിയേട്ടന്റെ ഈ ബുദ്ധിമുട്ടെല്ലാം കണ്ട് ലക്ഷ്മി സങ്കടം അഭിനയിച്ചുകൊണ്ട് മുരളിയേട്ടനോട് പറയുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് മുരളിയേട്ടൻ ഇനി മുരളിയേട്ടന്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല, മുരളിയേട്ടൻ ഇന്ന് രാത്രി ഇവിടെ തങ്ങിക്കോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളിയേട്ടൻ, അത് പറ്റില്ല, അവിടെ എനിക്ക് വേണ്ടി പ്രഭിത കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ മുരളിയേട്ടനോട്, ഈ മുറിവും വെച്ചിട്ട് ഈ വേദനയും വെച്ചിട്ട് മുരളിയേട്ടൻ കാർ ഓടിച്ചാൽ ശരിയാകില്ല എന്ന് പറയുകയാണ്. പ്രഭിതേട്ടത്തിയോട് നമുക്ക് ഫോണിൽ വിളിച്ച് പറയാമെന്ന് പറയുകയാണ്. ഇന്ന് അമ്പലത്തിൽ വഴിപാടെല്ലാം നടത്തി മുരളിയേട്ടൻ ഇത്തിരി കഷ്ടപ്പാടോട് കൂടിയായിരിക്കും വരിക എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മുരളിയേട്ടന് വേണ്ടി ഇന്നൊരു മുറി ഇവിടെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളിയേട്ടന് സന്തോഷമാവുകയാണ്. തുടർന്ന് രജനിയും മുരളിയേട്ടനെ അവിടെ നിൽക്കാൻ നിർബന്ധിക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മി മുരളിയേട്ടനെയും കൂട്ടിക്കൊണ്ട് മുരളിയേട്ടന് വേണ്ടി തയ്യാറാക്കിയ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അത് കണ്ട് മുരളിയേട്ടൻ പിന്നെ ലക്ഷ്മിയോട്, അയ്യോ ഇതതിന് സൂര്യന്റെ മുറിയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി അവരെ കാണിക്കുന്നതിന് വേണ്ടി ഒന്ന് ഞെട്ടുകയാണ്. സൂര്യനോ, അതാരാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മുരളി രജനി നിന്ന് തപ്പുകയാണ്. തുടർന്ന് മുരളി പിന്നെ ലക്ഷ്മിയോട് പറയുന്ന, സൂര്യനല്ല രാഹുലിന്റെ മുറിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ലക്ഷ്മി പിന്നെ മുരളിയോട്, അത് കുഴപ്പമില്ല, രാഹുൽ ഇന്ന് എന്റെ മുറിയിൽ കിടന്നോളും എന്ന് പറയുകയാണ്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അധികം വൈകാതെ കല്യാണം കഴിക്കാൻ പോകുന്നവരില്, അതുകൊണ്ട് ഞങ്ങൾ ഒരു മുറിയിൽ കിടന്നോളാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളി രജനിയൊക്കെ ഞെട്ടി വായ പൊളിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് രാഹുൽ വരികയാണ്. രാഹുൽ പിന്നെ ലക്ഷ്മിയോട്, എന്താണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ലക്ഷ്മി പിന്നെ രാഹുലിനോട്, ഇന്ന് ഈ മുറിയിൽ മുരളിയേട്ടനാണ് കിടക്കാൻ പോകുന്നതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് രാഹുലും വെറുതെ ഞെട്ടൽ അഭിനയിക്കുകയാണ്. അതെങ്ങനെ ശരിയാകും, ഇത് എന്റെ മുറിയല്ലേ എന്ന് തിരിച്ചു മറുപടി പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ രാഹുലിനോട്, അത് കുഴപ്പമില്ല, ഇന്ന് ഒരു ദിവസം ഈ മുറിയിൽ മുരളിയേട്ടൻ കിടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ലക്ഷ്മി രാഹുലും പരസ്പരം വഴക്കിട്ട് അഭിനയിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മുരളിയേട്ടൻ, അയ്യോ നിങ്ങൾ ഇനി എന്റെ പേരും പറഞ്ഞ് വഴക്കടിക്കേണ്ട, ഞാൻ പോയിക്കോളാം, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ മുരളിയേട്ടനോട്, മുരളിയേട്ടൻ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറയുകയാണ്. ഇത് മുരളിയേട്ടന്റെ കൂടി അവകാശപ്പെട്ട വീടാണെന്ന് പറയുകയാണ്. ഇന്ന് ഈ മുറിയിൽ മുരളിയേട്ടൻ കിടന്നുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് രാഹുൽ പിന്നെ നല്ല ദേഷ്യത്തിൽ, അതൊന്നും ഞാൻ സമ്മതിക്കുകയില്ല, ഇത് എന്റെ മുറിയാണ്, ഈ മുറിയിൽ ആരെയും കിടത്താൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ലക്ഷ്മി പിന്നെ മുരളിയേട്ടന് വേണ്ടി ഘോരം പ്രസംഗിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ മുരളിക്കും രജനിക്കും എല്ലാം നല്ല ആവേശമാവുകയാണ്. തുടർന്ന് അവര് ലക്ഷ്മിക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. ഞാൻ മുരളിയേട്ടൻ ഇന്ന് ഈ മുറിയിൽ തന്നെ കിടക്കുമെന്ന് അവരെല്ലാവരും കൂടി അർപ്പിക്കുകയാണ്. എന്നാൽ അത് കേട്ട് രാഹുൽ പിന്നെ ലക്ഷ്മിയോട്, എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയേക്കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി പിന്നെ മുരളിയേട്ടനോട് രജനിയോടും പറയുന്നത്, നോക്കിക്കോ, രാഹുലിന് ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ്. രാഹുലിന് ഞാൻ എന്റെ മുറിയിൽ കിടത്തുകയില്ല എന്ന് പറയുകയാണ്. രാഹുൽ ഇന്ന് വരാന്തിയിൽ വല്ല പായ് വിരിച്ച് കിടന്നോട്ടെ എന്ന് പറയുകയാണ്. ഇന്ന് രാഹുലിനുള്ള ശിക്ഷ അതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ രജനിക്ക് നല്ല സന്തോഷമാവുകയാണ്. തുടർന്ന് ലക്ഷ്മി അവിടുന്ന് പോയ ശേഷം പിന്നെ രജനി പിന്നെ മുരളിയേട്ടനോട്, അതെന്തായാലും നന്നായി, അതല്ലായിരുന്നെങ്കിൽ ലക്ഷ്മിയും രാഹുലും ഇന്ന് ഈ മുറിക്കകത്ത് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചേനെ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളിയേട്ടൻ പിന്നെ രജനിയോട് പറയുന്നത്,
നീ വിചാരിച്ചൊന്നും അല്ല എന്ന് പറയുകയാണ്. സൂര്യനെ ലക്ഷ്മിയെ ബോറടിച്ചു കാണും, അതുകൊണ്ടായിരിക്കും സൂര്യൻ ഇങ്ങനെയൊക്കെ. സൂര്യനും ലക്ഷ്മിയും തമ്മിലുള്ള ഫസ്റ്റ് നൈറ്റ് ഒക്കെ അവൻ പണ്ടേ തന്നെ കഴിച്ചു കാണും. ഇപ്പോൾ അവൻ ലക്ഷ്മിയെ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിവാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരും ഇപ്പോൾ പരസ്പരം വഴക്ക്. എനിക്ക് സൂര്യൻ അറിഞ്ഞൂടെ. എന്നാൽ ഈ സമയത്ത് രാഹുൽ വേഗം തന്നെ മറ്റൊരു മുറിയിൽ പോയിട്ട് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മുരളിയേട്ടന്റെ സംഭാഷണങ്ങൾ. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരികയാണ്. തുടർന്ന് ലക്ഷ്മി പിന്നെ രാഹുലിനോട് എല്ലാ സംഭാഷണങ്ങളും രാഹുൽ ഒറ്റയ്ക്ക് മാത്രം കേട്ടാൽ മതിയോ, രാഹുലിന്റെ ഒരു ഇയർബഡ് എനിക്ക് തരാൻ പറയുകയാണ്. തുടർന്ന് ഒരു ഇയർബഡ് ലക്ഷ്മിക്ക് കൊടുക്കുകയാണ്. തുടർന്ന് രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് രജനിയും മുരളിയേട്ടനും സംസാരിക്കുന്നത് കേൾക്കുന്നത്. എന്നാൽ ഈ സമയത്ത് രാഹുൽ പിന്നെ ഒന്നും അറിയാത്ത പോലെ ലക്ഷ്മിയുടെ തോളിൽ കൈയിടുകയാണ്. എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി പിന്നെ രാഹുലിനോട് ഈ സമയത്ത് റൊമാൻസ് വേണ്ട, നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. തുടർന്ന് മുരളിയേട്ടൻ ആ നശിച്ച രാത്രിയെ കുറിച്ച് പറയുകയാണ്. എന്നുള്ളത് കേട്ട് ലക്ഷ്മി രാഹുൽ ദേ ആ നശിച്ച രാത്രിയെ കുറിച്ച് മുരളിയേട്ടൻ പറയാൻ പോകുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും നല്ല ശ്രദ്ധയോട് കൂടിയിരുന്ന് കേൾക്കുകയാണ്. തുടർന്ന് രജനി പിന്നെ മുരളിയേട്ടനോട് സൂര്യനെ കുറിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ പണ്ട് അടയും ചക്കിരിയുമായിരുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ വഴക്കടിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പിരിഞ്ഞതെന്ന് ചോദിക്കുകയാണ്. തുറന്ന മുരളിയേട്ടൻ രജനിയോട് ആ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. നിനക്കറിയാഞ്ഞിട്ടാണ് സൂര്യൻ എന്തെങ്കിലും ഉന്നം വെച്ച് കഴിഞ്ഞാൽ അവൻ അത് എന്ത് വില കൊടുത്തു നടത്തിയിരിക്കുമെന്ന് പറയുകയാണ്. പക്ഷെ സൂര്യന് ഒരു ബലഹീനതയുണ്ട്. സൂര്യന്റെ ഏറ്റവും വലിയ ബലഹീനത സ്ത്രീ വിഷയത്തിലാണെന്ന് പറയുകയാണ്. അങ്ങനെ സൂര്യന്റെ കണ്ണ് ലക്ഷ്മിയുടെ മേൽ വീണു. അങ്ങനെ ലക്ഷ്മിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി സൂര്യൻ പലതവണ ശ്രമിച്ചു. അതിനുശേഷം പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് മുരളിയേട്ടൻ സൂര്യനിട്ട് രണ്ട് പൊട്ടിക്കുന്നതെല്ലാം വീണ്ടും കാണിക്കുകയാണ്. പക്ഷെ ഞാൻ അവനെ എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നായില്ല. അവൻ ലക്ഷ്മിയുടെ പുറകെ തന്നെയാണ് വീണ്ടും വീണ്ടും നടന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് ലക്ഷ്മി ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് രജനി പിന്നെ മുരളിയേട്ടനോട് അന്നാണോ മുരളിയേട്ടന്റെ സൂര്യൻ അവസാനമായി കണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മുരളിയേട്ടൻ പിന്നെ രജനിയോട് പറയുന്നത് അതിനുശേഷവും ഞാൻ ഒരു തവണയും കൂടി സൂര്യനെ കണ്ടു എന്ന് പറയുകയാണ്. രാഹുൽ മരിച്ച ആ രാത്രിയും കൂടി ഞാൻ സൂര്യനെ കണ്ടു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി രാഹുൽ വീണ്ടും കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കേൾക്കാൻ ശ്രമിക്കുകയാണ്. മുരളിയേട്ടൻ രജനിയോട് ആ നശിച്ച രാത്രിയിൽ ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. രാഹുൽ മരിച്ച ആ ദിവസം സൂര്യനെ കണ്ട കാര്യങ്ങൾ പറയുകയാണ്. അന്ന് സൂര്യൻ എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് ഞാൻ വീണ്ടും സൂര്യനെ ഉപദേശിച്ചു. പക്ഷെ സൂര്യൻ അതിൽ നിന്ന് പിന്മാറാൻ കൂട്ടാക്കിയില്ല. അതിനുശേഷം സൂര്യൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. സൂര്യന്റെ ഉന്നം ലക്ഷ്മി മാത്രമായിരുന്നില്ല, സൂര്യന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് പറയുകയാണ്. തുടർന്ന് വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ്. സൂര്യനും മുരളിയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇന്ന് സൂര്യന്റെ അവസാന രാത്രിയാണെന്ന് സൂര്യൻ മുരളിയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുടർന്ന് സൂര്യൻ മുരളിയേട്ടനോട് പറയുന്നത് ഇന്ന് രാഹുലിനെ ഞാൻ വകവരുത്ത്, രാഹുലിനെ ഞാൻ കൊല്ലും, ഞങ്ങൾ രണ്ടുപേരും ഇനി ഒന്നിച്ച് ജീവിക്കില്ല, അതുകൊണ്ട് രാഹുലിനെ ഞാൻ ഇന്ന് കൊല്ലും. പക്ഷേ ലോകത്തിന് മുമ്പിൽ ഇന്ന് മരിക്കുന്നത് രാഹുലല്ല സൂര്യൻ ആയിരിക്കും എന്ന് പറയുകയാണ്. ഞാൻ രാഹുലായിട്ട് ജീവിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മുരളി പിന്നെ സൂര്യനോട് ദേഷ്യപ്പെടുകയാണ്. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സൂര്യൻ പിന്നെ മുരളിയേട്ടൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ്. അതിനുശേഷം സൂര്യൻ തന്റെ കയ്യിലുള്ള പെട്ടി മുരളിയേട്ടന് നേരെ കാണിക്കുകയാണ്. ഇതെന്താണെന്ന് മുരളിയേട്ടൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് ദേവരാജനെ കുറിച്ചുള്ള ഫയൽസ് ആണെന്ന് പറയുകയാണ്. ദേവരാജനെതിരെയുള്ള ഫയൽസ് ആണെന്ന് പറയുകയാണ്. ഇതിന്റെ വില 500 കോടി രൂപയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മുരളിയേട്ടൻ. തുടർന്ന് സൂര്യൻ മുരളിയേട്ടനോട് ആ ഞെട്ടിക്കുന്ന വലിയ അതിഭീകര സംഭവങ്ങൾ പറയുകയാണ്. ഞാൻ ചെറിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. പക്ഷെ ആ ചെയ്തിരിക്കുന്നത് സൂര്യനായിട്ടല്ല രാഹുലായിട്ടാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി രാഹുൽ ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ഒറ്റിക്കൊടുത്തതിന്റെ പ്രതിഫലമാണ് ഈ 500 കോടി രൂപ. അത് ഞാൻ എന്റെ അക്കൗണ്ടിലേക്കല്ല ഇട്ടിരിക്കുന്നത്, രാഹുലിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ലക്ഷ്മിക്ക് ആകെ പേടിയാവുകയാണ്. ലക്ഷ്മി രാഹുലിന്റെ കയ്യിൽ മുറുക്കെ പിടിക്കുകയാണ്. തുടർന്ന് ലക്ഷ്മി രാഹുലിനോട് എനിക്ക് പേടിയാകുന്നു രാഹുൽ, എനിക്ക് നീയില്ലാതെ മറ്റാരും ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് രാഹുൽ ലക്ഷ്മി ആശ്വസിപ്പിക്കുകയാണ്, നീ പേടിക്കാതിരിക്കെ, ഇത് 3 വർഷത്തെ മുമ്പുള്ള കാര്യമല്ലേ, സൂര്യന്റെ ആ ഓപ്പറേഷൻ നടന്നു കാണില്ല എന്ന് പറയുകയാണ്. അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുലിനെതിരെ കേസുകളെല്ലാം വരേണ്ട സമയമായില്ലേ, രാജ്യദ്രോഹമല്ലേ, അതുകൊണ്ട് നീ പേടിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരികയാണ്. ജാനകി വന്ന് നോക്കുമ്പോൾ ലക്ഷ്മി സൂര്യനും തോളിൽ കൈയിട്ടുകൊണ്ടിരിക്കുന്നതാണ് ജാനകി കാണുന്നത്. അത് കണ്ട് ജാനകി ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ജാനകി മനസ്സിൽ ചിന്തിച്ച് നിൽക്കുന്നത് ലക്ഷ്മിയുടെയും രാഹുലിന്റെയും പഴയ കാര്യങ്ങളെല്ലാം സൂര്യൻ എങ്ങനെ അറിഞ്ഞു, ഇന്ന് തന്നെ അതറിയണം, ഇവര് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് ഒഴിഞ്ഞു മാറി നിന്ന് കേൾക്കണമെന്ന് ജാനകി മനസ്സിൽ ഓർപ്പിക്കുകയാണ്. തുടർന്ന് ജാനകി ഇവർ രണ്ടുപേരുടെ ചെവിട്ടിൽ ഇയർബഡ്സ് കാണുകയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന പാട്ട് കേൾക്കുകയാണോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ജാനകി. തുടർന്ന് ജാനകി അവിടെ ഒളിച്ചു നിന്ന് ഇവരുടെ സംഭാഷണം കേൾക്കുകയാണ്. തുടർന്ന് രജനി പിന്നെ മുരളിയേട്ടനോട് രാജ്യദ്രോഹ കുറ്റമെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നു മുരളിയേട്ട എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മുരളിയേട്ടൻ പിന്നെ ബാക്കി കാര്യങ്ങൾ കൂടി പറയുകയാണ്.
എന്റെ രാഹുലിനെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുരളിയേട്ടൻ സൂര്യന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മറ്റൊരാൾ വരികയാണ്. സൂര്യന്റെ മേത്ത് നിന്ന് കൈയെടുക്കട എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊതുകിനെ മരുന്നടിക്കുന്ന പോലെ തോക്കും ചൂണ്ടിക്കൊണ്ടാണ് മറ്റൊരു വില്ലൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അത് കണ്ട് മുരളിയേട്ടൻ ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് സൂര്യൻ അയാളോട് പറയുന്നത് മുരളിയേട്ടനെ പേടിപ്പിക്കാൻ ഇതിന്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് മുരളിയേട്ടന്റെ നേരെ തന്നെയാണ് തോക്ക് ചൂണ്ടി നിൽക്കുന്നത്. തുടർന്ന് സൂര്യൻ പിന്നെ മുരളിയേട്ടനോട് പറയുന്നത് ഇന്ന് രാത്രി രാഹുലിനെ ഞാൻ കൊല്ലും, എന്നിട്ട് രാഹുലിനെ ഞാൻ സൂര്യൻ കൊന്നു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് സൂര്യന്റെ ഇന്ന് അവസാനത്തെ രാത്രിയാണെന്ന് പറയുകയാണ്. ഇന്ന് മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് രാഹുലിന്റെ ഐഡന്റിറ്റിയിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ ആ ഗുണ്ടയുടെ കൂടെ പോവുകയാണ്, ബൈക്കിൽ കയറി പോവുകയാണ്. തുടർന്ന് മുരളിയേട്ടൻ രജനിയോട് പറയുന്നത് ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചത്, അന്ന് തന്നെയാണ് രാഹുൽ മരണപ്പെട്ടത് എന്ന് പറയുകയാണ്. രാഹുൽ ആത്മഹത്യ ചെയ്തത് അതല്ലെങ്കിൽ രാഹുലിനെ ആരോ കൊലപ്പെടുത്തിയതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രജനി. എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ കിളി പോയി നിൽക്കുകയാണ് രാഹുലും ലക്ഷ്മിയും. 500 കോടിയുടെ രാജ്യദ്രോഹ കുറ്റമാണ് രാഹുലിന്റെ പേരിൽ സൂര്യൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പേടിയിലാണ് രണ്ടുപേരും. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.